അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ദൂരത്തിൽ ഒരു ചെറിയ അനക്കം കണ്ടു. ആ സമയത്ത് പപ്പിയുടെ പുറത്ത് പെട്ടെന്നൊരു ടൈഗർ ചാടി വീണു. ടൈഗർ ഗർജിച്ചു. നോക്കി നിൽക്കാതെ ആക്രമണം തുടങ്ങി. ക്രൂരനായ ടൈഗർ എല്ലാം നശിപ്പിച്ച് ലെഫ്റ്റ് റൈറ്റ് ഇട്ട് മുന്നേറിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഒന്ന് സംഭവിച്ചു. ആ ടൈഗറിന്റെ പുറകിൽ ശത്രുക്കൾ ചെറിയ ചെറിയ കൊതുകുകളായിരുന്നു. അപ്പോൾ മാലാഖ ടൈഗറിനോട് പറഞ്ഞു, ടൈഗറെ നീ സൂക്ഷിച്ചോ, നിന്റെ പുറകിൽ കൊതുകുകളുണ്ടേന്ന്. ടൈഗർ തിരിഞ്ഞു നോക്കിയപ്പോൾ കൊതുകുകളെല്ലാം പേടിച്ച് ലെഫ്റ്റ് റൈറ്റ് എന്ന് ഓട്ടം പിടിച്ചു. എന്റെ പൊന്നു മേജർ സാറേ, താങ്കൾക്ക് സമയം കിട്ടിയ കൊതുവിന് വരെ യൂണിഫോം ഇടുവല്ലോ. പിന്നെ അതുകളെ അങ്ങയുടെ സൈന്യത്തിൽ ഒരു അംഗമായി മാറ്റും. വായടയ്ക്കൂ ജവാൻ. എന്റെ സൈന്യത്തിൽ കൊതുകുകൾ ഉണ്ടെങ്കിൽ ശത്രുക്കളെ കടിച്ചു ഓടിക്കും. അപ്പോൾ ശത്രുക്കൾ പോയി കഴിയുമ്പോൾ പിന്നെ ആരെ കടിക്കും? നീ ആള് കൊള്ളാലോ പോലെ. ഈ ജവാൻ പോലെക്കും ഇടയ്ക്കിടയ്ക്ക് നല്ല സന്ദേശങ്ങൾ ബുദ്ധിയിൽ ഉദിക്കുന്നുണ്ട്. ഈ വിഷയത്തിനെ പറ്റി എനിക്കും ഒരു കഥ പറയാനുണ്ട്. എന്റെ മുത്തശ്ശി ചെറുപ്പത്തില് എനിക്ക് പറഞ്ഞു തരാനുള്ള കഥയാ. ഇല്ല, ഇത് ഞാൻ ഒരിക്കലും സമ്മതിച്ചു തരികയില്ല. സ്വന്തമായി ബുക്ക് വാങ്ങി സ്വന്തമായിരുന്നു വായിച്ചാൽ മതി. ഗുരു, എന്നെ എന്റെ കഥ പറയാൻ സമ്മതിക്കണം. എന്താ ചെയ്യാ? എടാ എന്റെ പൊന്നു പ്രിയപ്പെട്ട പോലെ, നീ ഒരു ചെറിയ കുട്ടിയെ പോലെ നിന്റെ മനസ്സിൽ ഒരു കഥ വായിച്ച് കേൾക്കണമെന്ന് ആഗ്രഹം മുളച്ചു അല്ലേ? വാ, 2 മിനിറ്റിൽ പോകാം, പിന്നെ 5 മിനിറ്റിൽ തിരിച്ചു വരാം. സുഖം തന്നെ അല്ലേ ആൽബർട്ടോ? ആൽബർട്ടോയുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നതെല്ലാം എന്റെ മുത്തശ്ശന്റെ അമൂല്യ ശേഖരങ്ങളാണ്. വേഗം എടുത്തു തരൂ ഒരു ബുക്ക്. അതിലുണ്ടാകണം മാലാഖമാരുടെ കഥകൾ. ആൽബർട്ടോയുടെ വീട്ടിൽ ലോകത്തുള്ള എല്ലാ അമൂല്യ ശേഖരങ്ങളും ഉണ്ട്. ആവശ്യമുള്ളത് എടുത്തേക്ക്, പക്ഷെ എന്നെ മാത്രം വെറുതെ വിട്ടേക്ക്. വാ. വാ പോലെ, വന്ന ജോലി തീർന്നു. മുത്തശ്ശന്റെ കൂടെ ആരാണ് കളിച്ചത് ഹോളി? ഗുരു, ആദ്യം അങ്ങ് ഒരു കഥ പറയുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞ് ഞാൻ പറയാം. എല്ലാം നിന്റെ ഇഷ്ടം പോലെ മോനെ. ഗ്രാമത്തിൽ നാടൻ കോഴികൾ കൂകി. ആ കൊക്കരക്കോ, ആ കൊക്കരക്കോ, ആ കൊക്കരക്കോ. അപ്പോ പെട്ടെന്ന് ചെറുതായി ഭൂമി കുലുങ്ങി. തടാങ് തടാങ് എന്നൊരു ശബ്ദം. എന്നിട്ട് പിന്നെ മധുര സംഗീതം മുഴങ്ങിയല്ലോടെ. എന്നിട്ട് ആകാശത്ത് നിന്നും ഇറങ്ങി വന്നു മാലാഖകൾ. എന്നിട്ട് അവര് മുന്തിരിപ്പഴങ്ങളുടെ മഴ പെയ്യിച്ചടാ. മുന്തിരിപ്പഴങ്ങളുടെ മഴ. എന്നാലും ഈ മുന്തിരിപ്പഴം താഴേക്ക് വരാനുള്ള കാരണം എന്താണ്? അതെന്തായാലും അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. മാലാഖമാർ കുട്ടികളെ ഒരുപാട് സ്നേഹിക്കും. കാരണം അവര് കള്ളമില്ലാത്തവരാണ്. എടാ പോലെ, നീയും കള്ളമില്ലാത്തവനാണ്. ഒരു പക്ഷെ അവരിവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും നിന്നെയും സ്നേഹിക്കും. എന്നിട്ട് പിന്നെ മാലാഖമാർ എല്ലാവർക്കും വളരെ അധിക സമ്മാനങ്ങൾ നൽകി. ഗുരു, കഥ പറയുന്നത് അങ്ങയാ. എനിക്കത് നേരിട്ട് നടക്കുന്ന പോലെ തോന്നുന്നുണ്ട്. എടാ, ഈ മാലാഖ ഇവിടെ എങ്ങനെ വന്നടാ? ഈ പുസ്തകത്തിലെ കഥകൾ അതേപോലെ ഫലിക്കുന്നടാ പോലെ. എനിക്ക് എന്തായാലും ആ പുസ്തകം വേണം. എന്നിട്ട് ഞാൻ കഥകൾ പറഞ്ഞ് എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ നേടിയെടുക്കോ. ഓ എന്റെ ആശാനെ, ഇനി ഒരു കഥയും പറയരുത്. ഇനിയും എനിക്ക് തല്ലു മേടിക്കാൻ വയ്യ എന്റെ ആശാനെ. അടിച്ചാൽ അണപ്പല്ല് ഇളകി തെറിക്കും. കൊള്ളാലോ പോലെ. എടാ, ഇനി ദിവസവും ഒരു കഥ വീതം പഠിക്കണം. എന്നിട്ട് നേടണം സമ്മാനം.
ബുച്ചുക്കോ. ഇനി നിങ്ങൾ രണ്ടുപേരുടെയും കഥ തീർന്നോ? എന്റേത് തുടങ്ങൂ. ചുവന്ന ലിപ്സ്റ്റിക് ഇട്ട ഭൂതന. ഞാനൊരു ഭൂതനയല്ല, ഈ കൊച്ചുകുട്ടിയുടെ അമ്മയാണ്. ഈ കുട്ടിക്ക് കഥകൾ വായിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ കുട്ടി കരച്ചിൽ നിർത്തുകയില്ല. ആണോ? എന്നാ നിങ്ങൾ ഞങ്ങളുടെ സ്റ്റോറി ബുക്ക് എടുത്തോളൂ. വേണ്ട, നീ ആ ബുക്കിംഗ് താ. അതിന്റെ മുഖം കണ്ടില്ല, ഇത്ര വലുതാ. ഈ കുട്ടി മനുഷ്യക്കുട്ടിയോ അതോ കുതിരക്കുട്ടിയോ? ഈ കുട്ടിയുടെ വയറ്റിലില്ല യാതൊരു വേദന. അതിന്റെ അമ്മയുടെ മുഖം കണ്ടില്ലേ, ആളൊരു പൂതന. ഞാൻ പറയുന്നതൊന്ന് കേക്കൂ. ഇയാളിങ്ങനത്തെ മനുഷ്യനാ. ബുച്ചുക്കോ. എന്റെ കുട്ടി കുട്ടി ചാത്താനല്ല, ഇതെന്റെ കുഞ്ഞായ ചെറുതായ ഇത്തിരി പോന്ന കുട്ടിയാണ്. ഹലോ അങ്കിൾ, അങ്ങയുടെ ഷൂ ലൈസ് അഴിഞ്ഞിരിക്കുക. എത്ര ക്യൂട്ടായിട്ടുള്ള ബേബിയാ. പക്ഷെ എന്റെ ഷൂസിന് കുട്ടിയെ കാണുന്നില്ല. എവിടെ പോയി? എടാ പോലെ, എനിക്ക് തോന്നുന്നു അത് MJ ദുഷ്ടനാണെന്ന്. അവൻ നമ്മളെ മണ്ടന്മാരാക്കി നമ്മുടെ മാജിക് ബുക്കുമായി കടന്നു കളഞ്ഞടാ. ഇപ്പോൾ ഞാൻ കഥ വായിക്കട്ടെ. എന്നിട്ടാകാൻ പോകുന്നു വലിയൊരാളായി. എന്നാ കേട്ടോ, ഒരു കൊടും വനത്തിനുള്ളിൽ ഒരു മരമുണ്ടായിരുന്നു. ആ മരത്തിന്റെ അടിയിൽ നിന്നോ ആരും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരാൾ ഇറങ്ങി വന്നോ. അതാരാണെന്ന് അറിയണ്ടേ? ടീറക്സ് എന്ന പേരുള്ള ഡൈനോസോർ. ഞാൻ ഡൈനോസറിനെ ഒരിക്കലും കണ്ടിട്ടില്ല. ഒന്ന് പോടപ്പോ, തടി മൂക്ക. ഇതാ വരുന്നു ടീറക്സ്. വലിയ കാലുകൾ പതിച്ച് കാടിനെ ഇളക്കി മറിച്ച് മരങ്ങളെ മുറിച്ചു കൊണ്ടതാ വരുന്നു നമ്മുടെ ഡിനോസർ. മരത്തിൽ ഉണക്കിയാലും പൊട്ടിക്കുന്നല്ലോ. എല്ലാത്തിനും കാരണം യുവമാരാ. അവരെ വെറുതെ വിടരുത്. പിടിക്കേ. അടിക്കവരെ. ടോമി ജവാൻ, ശത്രു ഡൈനോസറിനെ ഷൂട്ട് ചെയ്യണം. ഷൂട്ട് ചെയ്യേ. എടാ പോലെ ഓട്. ഗുരു, എങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ? മൈക്കൽ ലാൽ ഒരു തെറ്റായ കഥ വായിച്ചു. അതുകൊണ്ട് സുർത്താൽ നഗറിൽ ഇത്ര ഭീകരമായ സുനാമി അടിച്ചു. ഇത് ഒരു ഡൈനോസർ ചക്കുടു ആണ് പോലെ. ഇനി ആരെയും ഇത് വെറുതെ വിടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? അതേ പഴയ ഐഡിയ തന്നെയാ. തക്ക് ദിൻ താളം കൊട്ടി പാടി ഗുരു പോലെ നാട്യം ആടി. कुड़ कुड़ू अरे डाबाडू बाडू अरे बरसा ना तू आके बोले अरे भड़क गया जो मेरा बोले अरे बरसा ना तू आके बोले अरे भड़क गया जो मेरा बोले अरे कर देगा तेरा कुकुड़ कुड़ू कुकुड़ कुड़ू डाबाडू बाडू अरे डायनासोर सुन गुस्सा छोड़ दे तू कुकुड़ कुड़ू डाबाडू बाडू ओए कुकुड़ कुड़ू डाबाडू बाडू कुकुड़ कुड़ू डाबाडू बाडू ओए कुकुड़ कुड़ू डाबाडू बाडू अरे डायनासोर सुन गुस्सा छोड़ दे तू
बाडू बाडू എടാ എന്റെ പൊന്ന് ചക്രക്കുട്ട പോലെ നീ ബലവാന്മാരിൽ ബലവാനാണ്. ഇല്ല ഗുരു, ഞാൻ നിങ്ങളുടെ പാട്ടിന്റെ ഒരു ഫാനാണ്.